മനപ്പട്ടം ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച ഭൂരഹിതരായ മുഴുവൻ പേർക്കും വീടുകൾ നൽകി പൂർത്തീകരിച്ച പഞ്ചായത്ത് എന്ന പ്രഖ്യാപനം നടന്നു. 55 പേർക്കാണ് ഭവനങ്ങൾ പൂർത്തീകരിച്ച് നൽകിയത്. പ്രഖ്യാപന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിനെ പറയുന്നതിന് വേണ്ടി കഴിയും. നമ്മുടെ പഞ്ചായത്തിനകത്ത് ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും വീട് ലഭ്യമാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ 4 മിഷനുകൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട മിഷനായിരുന്നു ലൈഫ് മിഷൻ. ലൈഫ് മിഷൻ്റെ ആദ്യ പ്രവർത്തനം എന്നുള്ളത് നമുക്കറിയാം. പഴയ കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം വീടിന് വേണ്ടി അവരെ അംഗീകരിക്കുകയും അങ്ങനെ ആദ്യ ഗഡു വാങ്ങി പ്രവർത്തനം ആരംഭിച്ച് പല കാരണങ്ങളാൽ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിരവധി ആളുകൾ കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏകദേശം 68,000-ത്തിലധികം കുടുംബാംഗങ്ങൾ അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് വീടില്ലാത്തവരായി നമ്മുടെ കേരളത്തിനകത്തുണ്ട്. അപ്പോൾ കേരളത്തിനകത്തുള്ള ഗവൺമെൻറ് ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുള്ളതും ഇത്തരത്തിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച മുഴുവൻ വീടുകളും പൂർണ്ണമായി അവർക്ക് താമസിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ അത് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ളത്. അതിനുശേഷം നമുക്കറിയാം, നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വീടില്ലാത്ത ആളുകളുടെ ഇതെടുക്കുകയും കണക്കെടുക്കുകയും അങ്ങനെ ഘട്ടം ഘട്ടമായി നമുക്കറിയാം. ഇന്ന് കേരളത്തിൽ 5 ലക്ഷത്തിലധികം ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് നൽകുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ ആളുകളുടെയും ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് തല ചായ്ക്കാൻ സ്വന്തമായ ഒരു ഇടം എന്നുള്ളത്. ആ സ്വപ്നമാണ് നമുക്ക് ഇന്ന് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ മുന്നിൽ ഈ തദ്ദേശ സ്ഥാപനത്തിലാണെങ്കിൽ ഇനി വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഭൂമി ഇല്ലാത്തവരായിട്ട് വീട് കിട്ടാത്തവരായിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ആളുകൾക്കും ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഭാഗമായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് സർക്കാരും ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഞങ്ങൾ ജില്ലാ പഞ്ചായത്തെല്ലാം ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ലൈഫ് ഭവന പദ്ധതിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും എല്ലാ വർഷവും നമ്മുടെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ തുക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനവും സർക്കാരുമെല്ലാം ഒത്തുചേർന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ വലിയ നേട്ടമാണ് നമുക്ക് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലുമുള്ള ആളുകൾക്ക് തല ചായ്ക്കാൻ ഒരിടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത്. MV അജ്ന സ്വാഗതം പറഞ്ഞു. KP രമണി അധ്യക്ഷത വഹിച്ചു. VO ഷൈനി M റിപ്പോർട്ട് അവതരിപ്പിച്ചു. മിനി KV, സജിത K, ലക്ഷ്മണൻ, പുരുഷോത്തമൻ, മനപ്പട്ടം പ്രഭാകരൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. M സന്തോഷ് ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു.